ഹായ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് പരിചയപ്പെടാം. ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. ബീട്രൂട്ട് കൊണ്ടുള്ള ജ്യൂസാണെന്ന് ഇത് പറയേയില്ല, നമുക്കിത് കാണുമ്പോഴേ എടുത്ത് കുടിക്കാനും തോന്നും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിളാണ്, ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീട്രൂട്ടൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇതുപോലെ സ്ലൈസ് ചെയ്ത ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ബീട്രൂട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന ബീട്രൂട്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് അത് ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന ഒരു ഇതിലേക്ക് ആക്കി. ഇനി നമ്മളൊരു 3 മിനിറ്റോളം ഇതുപോലെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. എന്നാലാണ് ആ ബീട്രൂട്ടിലുള്ള ഗുണങ്ങൾ മുഴുവനും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ആ വെള്ളമാണ്, ബീട്രൂട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് തീ ഓഫാക്കിയിടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കസുകസ് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ കസുകസൊക്കെ നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ബീട്രൂട്ട് തിളപ്പിച്ചതൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ നിന്നെടുത്ത് നമുക്ക് മാറ്റാം. ബീട്രൂട്ടിൻ്റെ പീസസൊക്കെ ഞാൻ ഇതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ മാറ്റുന്ന ബീട്രൂട്ടിൻ്റെ പീസസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ എടുക്കാം, സലാഡുകളിലേക്ക് എടുക്കാം, സൂപ്പ് ഉണ്ടാക്കാം. ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇത് വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് വന്ന് നമുക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ റോബസ്റ്റ് പഴം ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. റോബസ്റ്റ് പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപഴമായാലും മതി. ഏതെങ്കിലും ഒരു ടൈപ്പ് പഴം എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴത്തിൻ്റെ മധുരം ഉണ്ടാവും അല്ല, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ആ പഴവും ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് ആദ്യം നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല്, തിളപ്പിച്ചാറിയ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ 2 ഗ്ലാസ് എടുത്തു. അതിലേക്ക് കുറച്ച് കസുകസ് കുതിർത്തത് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതിലേക്ക് വരുത്താം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.